കായിക പ്രേമികൾ കാത്തിരുന്ന പല സ്വപ്നങ്ങളും സാധ്യമായ 2025 ഇന്ത്യൻ വനിതകൾ ഇതാദ്യമായി ലോക ക്രിക്കറ്റ് കിരീടത്തിൽ മുത്തമിട്ട വർഷം. ക്രിസ്റ്റൽ പാലസും ടോട്ടനവും PSG-യും കപ്പുയർത്തിയ വർഷം. ലോക പാരാ അത്ലറ്റിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം. ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയും RCB-യും അവരുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ട വർഷം. അങ്ങനെ കായിക പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷമാണ് കടന്നുപോകുന്നത്. ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ പാകിസ്ഥാനിൽ നിന്ന് കപ്പ് ഏറ്റുവാങ്ങാതെ ഇന്ത്യ പ്രതിഷേധം ഘടിപ്പിച്ച വർഷം കൂടിയായിരുന്നു ഇത്. കായിക ലോകത്തെ പല വമ്പന്മാരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റിയ 2025 ഒരു തിരിഞ്ഞുനോട്ടം. ക്രിക്കറ്റിൽ ഇന്നോളം ആൺവീരകഥകൾ മാത്രം പാടിക്കേട്ടിരുന്ന രാജ്യത്ത് അതേ ആവേശത്തോടെ ക്രിക്കറ്റിലെ പെൺപടയെ ആരാധകർ നെഞ്ചേറ്റിയ വർഷമാണിത്. വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചൂടി ചരിത്രം കുറിച്ച ഇന്ത്യൻ വനിതകൾ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനോടും ദക്ഷിണാഫ്രിക്കയോടും ഓസീസിനോടും തോറ്റ ഇന്ത്യ ഒരു വേള സെമി പോലും കാണില്ലെന്ന് ആരാധകർ കരുതി. എന്നാൽ പിന്നീട് കണ്ടത് ഇന്ത്യൻ വനിതകളുടെ ഗംഭീര തിരിച്ചുവരവ്. ജെമീമ റോഡ്രിഗസിന്റെ പോരാട്ട മികവിൽ സെമിയിൽ മൈറ്റി ഓസീസ് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം മറികടന്ന ഇന്ത്യ കലാശപ്പോരിൽ വീഴ്ത്തിയത് ദക്ഷിണാഫ്രിക്കയെ. നവംബർ 2 നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പ്രോട്ടീസിനെ 52 റൺസിന് തോൽപ്പിച്ചായിരുന്നു ഇന്ത്യൻ വനിതകൾ ആദ്യ ലോക കിരീടം ചൂടിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനും രാജ്യത്തെ കായിക മേഖലയ്ക്കാകെയും പ്രചോദനകരമായ നേട്ടമായിരുന്നു അത്. ചിരവൈരികളുടെ പോരാട്ടമായ ഇന്ത്യ പാക് ആവേശപ്പോരിൽ ത്രില്ലടിച്ച ഏഷ്യ കപ്പായിരുന്നു ഇത്തവണത്തേത്. 1 2 3 തവണ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടി. UAE-യിലെ കരാശപ്പൂരിലും പാക് പടയെ 5 വിക്കറ്റിന് വീഴ്ത്തി ഇന്ത്യ ഏഷ്യ കപ്പ് അടിച്ചു. ഫൈനലിൽ തിലക് വർമ്മയ്ക്കൊപ്പം മലയാളി താരം സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സും വിജയത്തിൽ നിർണായകമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് ഹസ്തദാനം നിഷേധിച്ച് വലിയ വിവാദമായ ടൂർണമെന്റ് കൂടിയായിരുന്നു അത്. കളിക്കളത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ കണ്ട അസാധാരണമായ നിമിഷങ്ങൾ.